ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ തലേന്നൊക്കെ അരിയാട്ടി വയ്ക്കാനൊക്കെ മറന്നുപോയി, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്നെന്നറിഞ്ഞ് അവർക്ക് പെട്ടെന്ന് നമുക്കൊരു അപ്പം ഉണ്ടാക്കി കൊടുക്കണം. അതിന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാമെന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളിയൊക്കെ ചേർത്ത് നല്ലൊരു കറിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് തരിക. അതിനായിട്ട് ഈ കപ്പിൽ ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒരു 3-4 വെള്ളത്തിൽ നമുക്കിത് കഴുകിയെടുക്കണം. അതിനായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. വെള്ള അരിയുടെ ചോറാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈസ്റ്റ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാൻ രാത്രിയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. നമുക്കിത് രാവിലെ അരച്ചെടുത്ത് അപ്പം ചുടാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരി കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രം വെള്ളം ഒഴിക്കുക. നമുക്ക് ഈ വെള്ളം കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാനുള്ളത്. നമുക്കിത് അടച്ച് വെച്ച് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് ഞാൻ രാത്രിയാണ് തയ്യാറാക്കി വെച്ചത്, വെള്ളം ഒഴിച്ച് വെച്ചത്. ഇത് രാവിലെ എടുത്ത് നന്നായിട്ട് അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരകിയതിട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ കുറച്ചൊക്കെ എടുക്കാം. ഞാൻ അതിൽ ഒഴിച്ച് വെച്ചിരുന്ന ആ വെള്ളം കളയരുത്. ആ വെള്ളം ഒഴിച്ച് വേണം ഇത് അരച്ചെടുക്കാനുള്ളത്. നമ്മൾ കുതിരാൻ വെച്ച ആ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യം വേറെ വെള്ളം വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് അരയ്ക്കാം, കുറച്ചുകൂടെ ഒഴിച്ച് അരയ്ക്കാം. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്പം വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതുകൂടെ ഒന്ന് കഴുകി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് സോഡ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എനിക്കിത് അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡ ചേർക്കാവുന്നതാണ്. ഇതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇത് റെഡിയായി വരും. ഞാൻ ഇതൊരു 4 തക്കാളി, 2 സവാള, 1 തുടം വെളുത്തുള്ളി, അതായത് 10-15 അല്ലി വരുമെന്ന് തോന്നുന്നു, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതെല്ലാം വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്. അതിൻ്റെ ഇതാണ് ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാനുള്ളത് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇഞ്ചിയാണ്. അത് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്തുടഞ്ഞിട്ട് ഇതിൽ 3 പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചോപ്പ് ചെയ്ത സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിത് ചോപ്പറിലാണ് ചോപ്പ് ചെയ്തത്. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാനും പറ്റും. അതിൻ്റെ ആവശ്യമുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിനുവേണ്ടി ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സവാള. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 4 തക്കാളി ഉണ്ട്, അതും കൂടെ ഇട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞങ്ങൾ മൂന്നാറിൽ പോയപ്പോഴത്തേക്ക് അവിടെ സ്റ്റേ ചെയ്ത് വരുന്ന വഴി ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പം
നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് ഹോട്ടലിൽ നിന്ന് ആ റെസിപ്പി എൻ്റെ നാത്തൂൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത റെസിപ്പിയാണ്. നല്ല കറിയുടെ ടേസ്റ്റ് ആയിരുന്നെന്ന്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ജീരകം ചതച്ചെടുത്താണ് 1/2 ടീസ്പൂൺ, പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ ചില്ലി സോസ് ഇല്ല, അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ചൂടുവെള്ളമാണ് 1 കപ്പ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ കറിയുടെ ഇതനുസരിച്ച് വെള്ള അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കറിക്ക് ഞങ്ങൾ ആദ്യമേ സവാള സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ശേഷം ആ കറിയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിനൂടെ കഴിക്കാനും ചപ്പാത്തിയിലൂടെ എല്ലാത്തിനൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇടിയപ്പത്തിനൂടെയൊക്കെ കഴിക്കാം. നമുക്ക് സർവിങ് ബൗളിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് അത് തയ്യാറാക്കാനും പറ്റും. അതായത് അപ്പത്തിൻ്റെ മാവ് അതായത് എനിക്ക് ഗസ്റ്റൊക്കെ വന്നായിരുന്നു. 1/2 മണിക്കൂറല്ല 1 മണിക്കൂർ എടുത്തതിന് ശേഷമാണ് ഞാനിത് നോക്കുന്നത്. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് മാവ്. കണ്ടില്ലേ, കട്ടിയായിട്ട് നല്ല കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല മാവ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. സോഡാപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റ് 1.5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിരുന്നിറക്കം വരുന്നെങ്കിൽ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ എൻ്റെ വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.